Hello all, welcome to Teacher at Home. Today class we are going to learn the 11th chapter, that is the magnetism. Okay, we can start. The train has no wheels. How does it run then? Le. ഇപ്പോൾ നമ്മൾ കാണുന്ന ട്രെയിൻ എന്തില്ല, ചക്രമില്ല, എന്നാലും അത് സഞ്ചരിക്കുന്നുണ്ട്. Isn't it surprising? ഇത് അതിശയമായിരിക്കുന്നു അല്ലേ? Sister asked, watching the scene of a speeding maglev train on television. Maglev എന്താണ്? ട്രെയിൻ ആണ്, അത് ടിവിയിലൂടെ കണ്ടു. ഡു യു നോ ഹൗ ദിസ് ട്രെയിൻ റൺസ്? എങ്ങനെയാണ് ഈ തീവണ്ടി ഓടുന്നതെന്ന് മനസ്സിലായോ? യു മൈറ്റ് ഹാവ് ഡൺ മെനി എക്സ്പെരിമെന്റ്സ് യൂസിങ് മാഗ്നറ്റ്. അല്ലേ, കാന്തം ഉപയോഗിച്ച് നമ്മൾ കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രൈ ടു റൈറ്റ് ഡൗൺ സം ഓഫ് ദം. ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും നിങ്ങൾ എഴുതുക. സെപ്പറേറ്റിംഗ് ഓഫ് അയൺ ഡസ്റ്റ് ഫ്രം സാൻഡ്. അതായത് നമ്മൾ എന്താ ചെയ്യണത്? അയൺ ഇല്ലേ, ഇരുമ്പ് തരികൾ മണ്ണിൽ നിന്ന് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക? ഹാവൻ യു സീൻ ടോയ്സ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് മാഗ്നറ്റ്സ്? അല്ലേ, മാഗ്നറ്റ് വെച്ച് ഉണ്ടാക്കിയ ടോയ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ലിസ്റ്റ് ദി സിറ്റുവേഷൻ വേർ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ മാനർ. അല്ലെ, മാഗ്നറ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കുക. ടോയ് കാർ ആർ ഒബ്ജക്ട്സ് ഹാവിംഗ് മാഗ്നറ്റിക് പവർ അവൈലബിൾ ഇൻ നേച്ചർ. മാഗ്നറ്റിക് പവർ ഉള്ള എന്താണ് ഒബ്ജക്ട്സ് അല്ലെ, അതൊക്കെ പ്രകൃതിയിൽ അവൈലബിൾ ആണോ? ലോഡ് സ്റ്റോൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് ഹാഡ് ബീൻ നോൺ ടു പീപ്പിൾ ഫ്രം ഏൻഷ്യന്റ് ടൈം. അപ്പൊ പഴയ കാലം തൊട്ട് തന്നെ മാഗ്നറ്റ് ഉപയോഗിച്ചുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇൻ 800 BC എ പെർട്ടിക്കുലർ മിനറൽ ഡിസ്കവേർഡ് ഇൻ എ പ്ലേസ് നെയ്മഡ് മാഗ്നീഷ്യ. 800 BC എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മിനറൽ അല്ലെ, അതിന്റെ പേരെന്താണ്? മഗ്നീഷ്യ. ഫൗണ്ട് ടു പോസസ് ആൻ അമേസിംഗ് പ്രോപ്പർട്ടി. ദേ കുഡ് അട്രാക്ട് പീസസ് ഓഫ് അയൺ. അല്ലെ, അതെന്താണ്? അയൺ തരികളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. കൺസിഡറിംഗ് ദീസ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് മിനറൽ ഇറ്റ് വാസ് ഗിവൺ ദ നെയിം. അപ്പൊ ഈ മിനറലിന്റെ ഒരു പ്രോപ്പർട്ടി കൺസിഡർ ചെയ്തിട്ടാണ് അതിന് എന്ത് പേര് വന്നത്? മാഗ്നറ്റൈറ്റ് എന്ന പേര് വന്നത്. When suspended freely, the pieces of this minerals were found to indicate a particular direction. അതിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടപ്പോൾ എന്ത് ചെയ്തു? അത് ചില ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കണു. They come to be known as leading stone. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലീഡിംഗ് സ്റ്റോൺ എന്ന് പറയാ. ലോഡ് സ്റ്റോൺ ഓർ ലോഡ് സ്റ്റോൺ are they as they exhibited this property. അപ്പൊ ലോഡ് സ്റ്റോൺ ആണ് ഈ ഒരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്തത്. മാഗ്നറ്റ് ലൈക്ക് ദിസ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ നാച്ചുറൽ മാഗ്നറ്റ്സ്. അപ്പൊ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഇങ്ങനത്തെ മാഗ്നറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുക. നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, രണ്ട് തരത്തിലുള്ള മാഗ്നറ്റ് ഉണ്ട് അല്ലെ. മാഗ്നറ്റ് ഒബ്റ്റൈൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ അല്ലെ, പ്രകൃതിയിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്തവനെ നമ്മൾ എന്ത് പറയും? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയും. നവഡേയ്സ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് കോമൺലി. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹാവന്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് അലോയ്സ്? അല്ലെ, അവരൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? അലോയ് ലൈക്ക് അൽനിക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. സം മാഗ്നറ്റ് നോൺ ടു us ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഷേപ്പ്. ചില മാഗ്നറ്റ് ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പരിചയപ്പെടുന്നത്. ട്രൈ ടു ഐഡന്റിഫൈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പൊ ഈ ടേബിളിൽ തന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നമ്മളൊന്ന് പരിചയപ്പെടുക. ഷേപ്പ് ഓഫ് മാഗ്നറ്റ്, നെയിം ഓഫ് മാഗ്നറ്റ് അല്ലെ, ഇത് ബാർ മാഗ്നറ്റ് അല്ലേ, ഇത് മാഗ്നറ്റിക് നീഡിൽ. യു ഷേപ്ഡ്, സർക്കുലർ മാഗ്നറ്റ് അല്ലെ, ബോൾ മാഗ്നറ്റ് ഒക്കെ, ഡിസ്ക് മാഗ്നറ്റ്. ലെറ്റ്സ് സീ വാട്ട് ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സ്. എന്തൊക്കെയാണ് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി? സസ്പെൻഡ് എ മാഗ്നറ്റ് യൂസിങ് എ ത്രെഡ്. അപ്പൊ ഒരു നൂല് ഉപയോഗിച്ച് നമ്മൾ ഒരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ടു ടേൺ. എങ്ങനെയാണ് അത്? അതിന് സ്വയം തിരിയാൻ പറ്റുന്ന ദിശയിലേക്കാണ് നമ്മൾ അതിനെ കറക്കി വിട്ടിരിക്കുന്നത്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റ് ഡസ് ദ മാർക്ക് എൻഡ് മാർക്ക്ഡ് എൻഡ് പോയിന്റ് വെൻ ദ സസ്പെൻഡഡ് മാഗ്നറ്റ് കം ടു റെസ്റ്റ്. അപ്പൊ ഏത് പോയിന്റിലേക്ക്? എൻഡ് മാർക്ക്ഡ് അല്ലെ, എൻഡ് പോയിന്റിലേക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് റെസ്റ്റിലേക്ക് വരിക എന്ന് നോക്കുക. അറ്റ് വാട്ട് അബൌട്ട് ദ എൻഡ് മാർക്ക്ഡ് എസ് ഓൺ ദ മാഗ്നറ്റ്. അപ്പൊ ഒന്ന് ഏത് പോയിന്റിലേക്കാണ്? എൻഡ് പോയിന്റിലേക്ക് അല്ലെ. വേറൊന്നാണെങ്കിലോ എസിലേക്ക്, നോർത്തിലും സൗത്തിലും. ഇഫ് എ മാഗ്നറ്റ് ഈസ് അറേഞ്ച് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി. അതായത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താണ്? അതിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ഇറ്റ് വിൽ അലൈൻ ഇറ്റ് സെൽഫ് ഇൻ ദ നോർത്ത് സൗത്ത് അല്ലെ, നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്ത് കാണും. ഇറ്റ് ഈസ് ബിക്കോസ് എ മാഗ്നറ്റ് പോസസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ദാറ്റ് ഫ്രീ വിൽ അലൈൻ ഇറ്റ് സെൽഫ് ഇൻ ദ അല്ലെ. അതിനെന്താണ്? ഡയറക്ഷണൽ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദ എൻഡ് ഓഫ് ദ മാഗ്നറ്റ് പോയിന്റിംഗ് ടു ദ നോർത്ത് അല്ലെ, നോർത്തിലേക്ക് പോയിന്റ് ചെയ്യണ ആ മാഗ്നറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? നോർത്ത് പോൾ എന്ന് പറയാ. സൗത്തിലേക്ക് പോയിന്റ് ചെയ്യണതിന് എന്ത് പറയും? സൗത്ത് പോൾ എന്ന് പറയും. Bring the north pole of another magnet close to the north pole of the magnet in the former experiment. What do you observe? നോർത്ത് പോളും കൊണ്ടുവന്ന് എന്താണ്? റിപ്പൽ ചെയ്യും അല്ലെ. വാട്ട് ഇഫ് യു ബ്രിങ് ദ സൗത്ത് പോൾ ഓഫ് ദ സെയിം മാഗ്നറ്റ്? സൗത്ത് പോൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്താ കാണുക?
As far as the magnets are concerned, മാഗ്നറ്റിനെ കൺസിഡർ ചെയ്ത കാലത്തോറും ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ അല്ലെ, ഒരേ ദിശയിലുള്ള മാഗ്നറ്റ് റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് ആകുമ്പോൾ മാത്രം എന്താണ് അട്രാക്ട് ചെയ്യുക. പ്ലേസ് 2 strong bar magnet between the refills fixed on a piece of thermocol. Why does the second magnet float in air? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ മാഗ്നറ്റ് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യണത്? What poles would the ends C and D be when the bar magnet float in air? When the bar magnet അത് എയറിൽ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? Do you think it is possible to move the magnet on the top? അപ്പം നിങ്ങൾക്ക് do you think it is possible? അതായത് സാധ്യമാണോ? എന്താണത്? Magnet on the top with the magnet at the bottom without causing friction. അതായത് ടോപ്പും ബോട്ടമും ഉള്ള മാഗ്നറ്റിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? അതിന് തടസ്സമൊന്നും സൃഷ്ടിക്കാതെ. What do you observe when you bring the south pole of another magnet close to the north pole of the magnet at the top? How maglev trains move without wheels and friction. അല്ലേ, ഇത് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് കോംപ്ലക്സ് which make use of, അതായത് ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യണത്. പിന്നെ maglev trains എന്ന് പറയുന്നത് എന്താ? You might have been fascinated by the sight of trains speeding along the railway lines. അല്ലെ, റെയിൽവേ ലൈനിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോയ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫാസ്റ്റ് റോളിംഗ് മെറ്റൽ വീൽസ് ഓൺ റെയിൽസ് ഈസ് പെർഹാപ്സ് അനോയ്സിങ്. അപ്പൊ അതിൽ ഉണ്ടാക്കുന്ന ശബ്ദം പക്ഷെ നമുക്ക് ഒരു അനോയിങ് മീൻസ് ശല്യമായിട്ട് തോന്നാം. Maglev train or magnetic leviation trains are trains without wheels that move fast over the rails. അതെന്താണ്? ട്രെയിനാണ്, പക്ഷെ എന്താണ്? ചക്രമില്ലാതെ സഞ്ചരിക്കുന്ന ട്രെയിനുകളാണ്. ഇറ്റ് ഈസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദ ഇലക്ട്രോ. അപ്പൊ അത് എന്തിന്റെ റിയാക്ഷൻ ആണ്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, അതിന്റെ ചോട്ടിൽ എന്തുണ്ട്? മാഗ്നറ്റ്സ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ട്രെയിൻ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് റിസൾട്ടഡ് ഫ്രം ദ അറേഞ്ച്മെന്റ് ഓഫ് റെയിൽ. അപ്പൊ റെയിലും ഈ മാഗ്നറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത്. As the movement is one where there is no contact between a train and lanes, both energy loss due to friction and noise pollution are minimized considerably. Compass in a magnet needle is arranged in such a way that it can freely inside aluminum or plastic case. അപ്പോൾ കോമ്പസ് ഇത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓഫ് എ മാഗ്നറ്റിക് നീഡിൽ ഒരു അലുമിനിയം പ്ലാസ്റ്റിക് കേസ് അല്ലെ കൂടെ കൊണ്ടാണ്, മീൻസ് കവറേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ മെയിൻ പേർപ്പസ് എന്താണ്? When it is placed on the horizontal surface, it comes in contact to rest quickly in the north-south direction. അപ്പൊ നമ്മൾ ഒരു ദിശയിലേക്ക് അത് പോയിന്റ് ചെയ്യാണ് അല്ലെ, അപ്പൊ അത് നമുക്ക് റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് നോർത്ത്-സൗത്ത് ഡയറക്ഷൻ കാണിച്ചു തരും. Find the direction. On the basis of the lesson, write down the method adopted. ഇപ്പൊ പഴയ കാലത്തൊക്കെ ഈ കപ്പലിൽ യാത്ര പോണവരും പിന്നെന്താണ് മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യണവർക്ക് വഴി എവിടെയാന്ന് പോലും അറിയില്ല. അപ്പൊ ഈ കോമ്പസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർക്ക് ഈ ഡയറക്ഷൻസ് മനസ്സിലാക്കുക. Earth as a magnet. The earth acts like a large magnet. This was first discovered by the scientist William Gibbard. അപ്പൊ ഭൂമി എന്തായിട്ട് ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യും അല്ലെ. This was first, ഇത് ആരെ ഡിസ്കവർ ചെയ്ത്? വില്യം ഗിൽബർട്ട് ഡിസ്കവർ ചെയ്ത്. He found that just as earth has north, അപ്പൊ എർത്തിന് എന്തുണ്ട്? നോർത്തും സൗത്തും ഉണ്ട് അല്ലെ. ജിയോഗ്രഫിലി it has the north pole and the south pole when considered as a magnet. ഒരു മാഗ്നറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തുണ്ട്? ഒരു നോർത്ത് പോളും ഉണ്ട്, പിന്നെന്താണുള്ളത്? ഒരു സൗത്ത് പോളും ഉണ്ട്. Towards which pole of the earth magnet does the north pole of the suspended magnet point? അപ്പൊ എവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. South pole of the earth magnet is near the geographic north pole. സൗത്ത് എന്ന് പറയുന്നത് ജോഗ്രഫിക് നോർത്ത് പോളിന്റെ അടുത്തായിരിക്കും. പിന്നെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക് സൗത്ത് പോളിന്റെ അടുത്തായിരിക്കും. From the ideas you have gathered, write down in your science diary what a freely suspended bar magnet using a thread always align itself in the north-south direction. How does magnetization occur? Magnetization എങ്ങനെയാണ് ഉണ്ടാവുക? Place the oxo blade. അപ്പൊ നമ്മൾ എന്താ എടുക്കുന്നത്? oxo blade എടുക്കുകയാണ് അല്ലെ. AB on a table. Rub the north pole of the bar magnet NS അല്ലെ. അതിൽ നോർത്ത് പോൾ ഓഫ് ദ ബാർ മാഗ്നറ്റ് റബ് ചെയ്യുക. NS സ്റ്റാർട്ടിങ് ഫ്രം ദ എൻഡ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് ഓഫ് ദ ബ്ലേഡ്. റിപ്പീറ്റ് ഇറ്റ് സെവറൽ ടൈംസ് ഇൻ ദ മെയിൻ. അപ്പൊ എന്താണ്? നമ്മൾ കുറെ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്സോ ബ്ലേഡ് ചേഞ്ചസ് ഇൻടു എ മാഗ്നറ്റ് വിത്ത് ഇസ് എൻഡ് എ. അപ്പൊ എന്താണ്? മാഗ്നറ്റ് ചേഞ്ച് ചെയ്യും അല്ലെ. എ ഉള്ള നോർത്ത് പോള് ബിയിലേക്ക് പോയിന്റ് ചെയ്യും അല്ലെ, നോർത്ത് ടു ദ സൗത്ത് ഡയറക്ഷൻ. Bring the end A of the magnetized oxo blade near the south pole. അപ്പൊ നോർത്ത് പോൾ എവിടേക്കാണ് കൊണ്ടുവരേണ്ടത്? Near the north pole of the magnetic needle. What do you observe? അല്ലെ, അത് തമ്മിൽ റിപ്പൽ ചെയ്ത് പോകും. Will there be north pole at the remaining end?
using a magnetic needle record the findings. See, it is possible to break the end of the. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആക്സോ ബ്ലേഡിനെ ചെറുതാക്കിയിട്ട് വെച്ചു അല്ലേ? Till the south pole alone is south pole ഒറ്റയ്ക്ക് ഉണ്ടാവുന്നത് വരെ. What is your inference? Both end of the broken piece near the magnetic needle and observe what happens. Every magnet, however small or small it may be, it has two poles അല്ലേ? ഏത് മാഗ്നറ്റ് എടുക്കുകയാണെങ്കിലും എത്ര വലുതാണെങ്കിലും എന്താണ്? അതിന് രണ്ട് പോൾസ് ഉണ്ടാവും. Making a monomole magnet has not yet been possible. ഒരു പോളുള്ള മാഗ്നറ്റ് ഉണ്ടാക്കുക അത്ര പോസിബിൾ ഉള്ള കാര്യമല്ല. Won't a magnet attract a magnetic substance when brought up close to it? അല്ലേ? ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിലേക്ക് നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് തമ്മിൽ അട്രാക്റ്റ് ആയി പോകും അല്ലേ? How can we find the region around a magnet when the influence of the magnet is felt? Magnetic field. Fix a, അപ്പോൾ നമ്മളൊരു പരീക്ഷണം ചെയ്യാം. എന്താ അത്? Fix a drawing sheet of piece about 30 cm length and 10 cm breadth on a surface. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്? 30 cm ലെങ്ത്തും 30 cm breadth ഉള്ള ഒരു ഷീറ്റ് എടുക്കുകയാണ്. Place a compass in the middle of the drawing sheet. എന്നിട്ട് ഒരു കോമ്പസ് എടുക്കും അല്ലേ? അതിന്റെ നടുവിലേക്ക് കൊണ്ടുവരും. മാർക്ക് ദ നോർത്ത്, എന്നിട്ട് നോർത്തും സൗത്ത് പോളും മാർക്ക് ചെയ്യും. Draw a straight line. അതിലേക്ക് നമ്മൾ എന്താ വരയ്ക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. Connecting the points in the north south അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് എന്ത് ഡയറക്ഷനിലേക്ക്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യണ പോലെ വരയ്ക്കും. Keeping this line in the north south direction, place a bar magnet in the middle so that ഒരു ബാർ മാഗ്നറ്റ് അതിന്റെ നടുക്ക് കൊണ്ടുവയ്ക്കും അല്ലേ? So that the north pole point towards the north of the earth. നോർത്ത് ഭാഗം ഏതിലേക്ക് പോയിന്റ് ചെയ്യും? നോർത്ത് ഓഫ് ദ എർത്തിലേക്ക് പോയിന്റ് ചെയ്യും. Trace the boundary NS അല്ലേ? നോർത്ത് സൗത്ത് ഓഫ് ദ ബാർ മാഗ്നറ്റ് on the paper. Bring a magnetic compass near the north pole. ഒരു കോമ്പസ് കൊണ്ടുവരികയാണ്. എവിടേക്ക്? നോർത്ത് പോളിലേക്കാണ് കൊണ്ടുവരുന്നത്. Which end of the magnetic needle does the north pole of the magnet attract? അപ്പോൾ മാഗ്നറ്റിക് നീഡില് നോർത്ത് പോള് എവിടെയാണ് അട്രാക്ട് ചെയ്യാന്ന്? മാർക്ക് എ ഡോട്ട് ഓൺ ദ പേപ്പർ നിയർ ദ ഫ്രീ എൻഡ് ഓഫ് ദ നോർത്ത് പോള്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേപ്പറിൽ നോർത്ത് പോളിലേക്ക് വരണ ഭാഗത്തേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. Now change the position of the compass so that it falls on the dot. അപ്പൊ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നോക്കുകയാണ് അല്ലെ? മാർക്ക് ദ പൊസിഷൻ ഓൺ ദ നോർത്ത് പോൾ ഓഫ് ദ കോമ്പസ് നീഡില്. റിപ്പീറ്റ് ദ പ്രോസസ്. Didn't you get a large number of points on the paper? അപ്പൊ ഇങ്ങനെ കോമ്പസ് തിരിച്ച് നമ്മൾ അതിന്റെ നോർത്ത് മാർക്ക് ചെയ്തുകൊണ്ടേ പോരുകയാണ് കേട്ടോ. ഡിഡ് യു മേക്ക്, അപ്പൊ നമ്മൾ എന്താ, നമുക്ക് കുറെ ഡോട്ട്സ് കിട്ടും അല്ലെ? ലൈൻ ജോയിനിങ് ദ ഡോട്ട്സ്. ആ ലൈനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോട്ട്സ് ഒക്കെ കൂടിയിട്ട് ഒരു ലൈൻ ജോയിൻ ചെയ്ത് ഫോം ചെയ്യണം. ഇമാജിനറി ലൈൻ ഇൻഡിക്കേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സും. അപ്പൊ ഒരു ഇമാജിനറി ലൈൻ ആണ്. ഇപ്പൊ എന്താ അത് കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫോഴ്സിനെയും ഡയറക്ഷനെയും ആണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുക. റിപ്പീറ്റ് ദ പ്രോസസ് എ നമ്പർ ഓഫ് ടൈം. ഇത് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. പ്ലേസിംഗ് ദ കോമ്പസ് at different points near the north pole of the magnet and draw magnetic lines to a extent. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? Draw magnetic lines of force extending to a south pole. Do all the lines of force reach the south pole? എല്ലാ ലൈൻസും എന്ത് south പോളിലേക്ക് റീച്ച് ചെയ്യോ? Haven't you observed that the direction of magnetic line of force is from the ഡയറക്ഷൻ എവിടെ നിന്നാണ്? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്. It is considered to be the south pole of the north inside a magnet. Is the distribution of magnetic line of force അല്ല, magnetic line of force ന്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? Is the figure you have drawn അല്ലെ? അങ്ങനെ that's all the questions here been asked. Magnetic flux density, what is that? Are magnetic line of force present in all dimension? Magnetic line of force എല്ലാ ഭാഗത്തും പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? യൂസിങ് എ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കണം? ഒരു ബാർ മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക്. Now bring the needle of a magnetic compass. കോമ്പസ് നമ്മൾ എവിടേക്കാണ് കൊണ്ടുവരുന്നത്? പല പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ? നോർത്ത് സൗത്ത് പോൾസിലേക്ക്. What do you observe? Isn't the influence of the magnetic force experienced അല്ലെ? എല്ലാ ഭാഗത്തും ഇതിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? Magnetic line of force as experienced in all dimension around a magnet. Magnetic line of force അല്ലെ? നമ്മൾ ഒരു മാഗ്നറ്റിന്റെ എല്ലാ ഭാഗത്തും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. Let's imagine the magnetic line of force as a cage around a magnet. അതായത് ഒരു കൂട് പോലെയാണ് അല്ലെ? ഒരു മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള ഒരു കൂട് പോലെയാണ് അത് കാണപ്പെടുക. Number of magnetic line of force passing normal to unit area is the magnetic flux density of that region. Magnetic flux density is greater at the poles of a magnet. അപ്പൊ എവിടെയായിരിക്കും കൂടുതൽ? പോൾസിലായിരിക്കും അത് കൂടുതൽ. By means of an experiment using a magnetic needle, draw the magnetic line of force. Now place the north pole of one magnet. നമ്മൾ എന്ത് ചെയ്യണം? നോർത്ത് പോൾ ഓഫ് ഒരു മാഗ്നറ്റ് എവിടേക്കാണ് ഫേസ് ചെയ്യണത്? സൗത്ത് പോൾ ഓഫ് അനദർ മാഗ്നറ്റിലേക്ക് ഫേസ് ചെയ്യണം അല്ലെ?
Now, from the drawing you have made, find the peculiarities of magnetic line of force and write down. Magnetic line of force do not intersect either. തമ്മിൽ എന്താണ് do not intersect അല്ലേ തമ്മിൽ ഒത്തുചേരില്ല. Then magnetic line of force bend sideways വളഞ്ഞു കാണും അല്ലേ when the poles come each other. അതായത് when like poles of magnet come each other. Like poles വരികയാണെങ്കിൽ എന്ത് ചെയ്യും അത് bend ചെയ്യും. Then do not interact means line of force if they are in the north ആണെങ്കിൽ interact ചെയ്യില്ല, north south ആണെങ്കിൽ interact ചെയ്യും. Unlike poles of a magnet come to close each other, the path of the magnetic line of force is from the from the north pole of one magnet to the south pole of another magnet. Magnetic force is experienced എന്താണ് in all dimensions around a magnet അല്ലേ എല്ലാ ഭാഗത്തും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. This region around a magnet where the influence is felt. അപ്പൊ ഇങ്ങനത്തെ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. Understood that a magnet attract magnetic substances. Magnet എന്ത് ചെയ്യും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ attract ചെയ്യും. Make a list of the substances attracted by a magnet. ഏതൊക്കെയാണ് കോബോൾട്ടും നിക്കലും അല്ലേ. Does a magnetic substance attracted by a magnet get a magnetic force? Magnetic induction എന്താ അത് പറയുന്നത് bring a pin in contact with the pole of the bar magnet as shown. Is it not attracted? What if you bring another pin to the free end of the pin? അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിലേക്ക് നമ്മൾ എന്താണ് കുറെ പിന്നുകൾ കൊണ്ടുവരികയാണ് അല്ലെ പെട്ടെന്ന് അത് അട്രാക്റ്റ് ആയി പോകും. കാരണം എന്താണ് മാഗ്നറ്റിന്റെ നോർത്ത് പോളും ആ നീഡിലിന്റെ എന്തായിരിക്കും സൗത്ത് പോളും ആയിരിക്കും. The basis of attraction of the second pin to the first. അങ്ങനെ ഓരോ പിന്നും അതിലേക്ക് അട്രാക്ട് ചെയ്ത് പോകും. അതിനെയാണ് എന്ത് പറയുക അട്രാക്ഷൻ റിപ്പൾഷൻ ലോ എന്ന് പറയാറ്. Now write down the inferences. How will you get the magnetic polarity? Hold the topmost pin and carefully take away the magnet. അതായത് മേലത്തെ പിന്ന് മാത്രം പിടിച്ചിട്ട് നമ്മൾ മാഗ്നറ്റ് ഒന്ന് മാറ്റി നോക്കുകയാണ് അല്ലെ. How many pins would be kept? എത്രമാത്രം അതിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും, ബാക്കിയൊക്കെ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. What change occurs in the arrangement of pins? എന്തൊക്കെ അറേഞ്ച്മെന്റ് ആണ് ആ പിൻസിൽ ഉണ്ടാവുക? The phenomena of magnetic substances acquiring magnetism due to the presence of a magnet. അപ്പൊ മാഗ്നറ്റിന്റെ പ്രസൻസിൽ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് മാഗ്നറ്റ് തന്നെ ഒരു മാഗ്നറ്റിക് പവർ കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. Magnetic force acquired by the magnetic substance is the induced magnetism. How magnetic poles are developed in a magnetic substance due to the magnetic induction. You might have understood that the pins attached to the holes of a magnet change into a magnetism. അതായത് ഈ pins attached holes of a magnet ഇല്ലേ മാഗ്നറ്റിലേക്ക് അടുപ്പിച്ചത് അതെന്താണ് that will also be changed into magnet. Identify the pole at the tip of the pin touching the north pole of the magnet. Examine by bringing a magnetic needle near the free end of the pin as it is shown. Write the polarity at the free end. Hold two pins together close to the north pole of the magnet. Hence remain make the polarity. That is, haven't we learned that the pin changes into a magnet? Pin ഒരു magnet ആയിട്ട് മാറിയോ? Examine using a magnetic needle. ഒരു magnetic needle ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് പരീക്ഷിച്ച് നോക്കുക. Magnetic pole formed at the farthest end of the pin. Magnetic pole എവിടെ ഫോം ചെയ്യുന്നത് farther end of the pinലേക്ക് അല്ലേ. We find that the polarity developed at the farther end is the same. Polarity form ചെയ്തത് എന്താണ് at the tip of the magnet which pin is in contact. What are the inferences you arrive at your experiments? Whether under contact or without contact, the polarity of the magnet produced by induction will be like polarity at the farther end. അതായത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തോ അല്ലാത്തപ്പോഴോ എന്താണ് polarity of the magnet produced by induction അല്ലെ. മാഗ്നറ്റിലൂടെ നമുക്ക് എന്ത് കിട്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യും. Magnetic induction in soft iron and steel. Place a soft iron piece on at any one pole of a bar magnet. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു അയൺ പീസ് അത് ഒരു ബാർ മാഗ്നറ്റിൻ്റെക്ക് അടുത്തേക്ക് കൊണ്ടുവരികയാണ്. Thrust the free end of the iron piece in the heap of pins and take it out. Count the number of pins get. അപ്പോൾ ആ അയൺ പീസിലേക്ക് എത്ര പിന്നെ അട്രാക്ട് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം എത്ര എണ്ണം വെച്ചിട്ടാണ്. Holding the soft iron piece, remove the bar magnet അല്ലേ. അപ്പൊ ആ അയൺ പീസിനെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണു ആ സോഫ്റ്റ് ബാർ മാഗ്നറ്റിനെ മാറ്റുന്നു. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് എ പീസ് ഓഫ് സ്റ്റീൽ. എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്യുകയാണ് അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് ദ സോഫ്റ്റ് അയൺ പീസ് അയൺ പീസിന്റെ പകരം എന്താ ഉപയോഗിക്കുന്നത് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. കൗണ്ട് ദ നമ്പർ ഓഫ് പിൻസ് ദാറ്റ് ഗെറ്റ് സ്റ്റക്ക്. ഇവിടെയും നമ്മൾ എന്താ നോക്കേണ്ടത് എത്ര പിന്നുകളാണ് അതിലേക്ക് സ്റ്റക്കായി കിടക്കുന്നത് അടിഞ്ഞു കിടക്കുന്നത് എന്ന് നോക്കണം.
Susceptibility and retentivity. The ability of magnetic substance to get magnetized. അപ്പോൾ മാഗ്നറ്റിക് കാന്തമുള്ള ഒരു വസ്തുവിലേക്ക് കാന്തിക ശക്തി വരുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് എന്ത് സസെപ്റ്റബിലിറ്റി. എബിലിറ്റി ടു റീറ്റെയിൻ, അത് അതിൽ നിന്ന് പോകുന്നതിനെയാണ്, ആ കാന്തിക സ്വഭാവം പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. You have identified which is suitable for making temporary and permanent magnets. Soft iron എന്ന് പറയുന്നത് റീറ്റെയിൻ മാഗ്നറ്റിസം അക്യൂർഡിറ്റി ഇസ് വെരി ലോ. അതായത് ആ മാഗ്നറ്റിക് പവർ അതിൽ തന്നെ തങ്ങി നിൽക്കാനുള്ള കഴിവ്, റിറ്റൻറ്റിവിറ്റി അല്ലെ, അത് കുറവായിരിക്കും ഏതില്, സോഫ്റ്റ് അയണിൽ. സ്റ്റീൽ ആണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ഈസിലി സബ്ജക്റ്റഡ് ടു മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സ്റ്റീലില് പെട്ടെന്ന് മാഗ്നറ്റിക് ഇൻഡക്ഷന് ലേക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ്, റിറ്റൻറ്റിവിറ്റി ലോ ആയിരിക്കും. പെർമിയബിലിറ്റി. Place an iron ring or an large iron nut between the poles of two magnets. അപ്പോൾ നമ്മൾ എന്താ കൊണ്ടുവരേണ്ടത്, ഒരു അയൺ റിങ്ങോ അല്ലെങ്കിൽ ഒരു ലാർജ് അയണോ നട്ട് അല്ലെ, റിങ്ങോ അല്ലെങ്കിൽ നട്ടോ എന്താണ്, ഹോൾസ് ഓഫ് ടു മാഗ്നറ്റ്, രണ്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് അല്ലെ, അതിന്റെ അടുത്തേക്ക് നമ്മൾ ഒരു റിങ്ങോ ഒരു നട്ട് കൊണ്ടുവരികയാണ്. പിന്നെ പ്ലേസ് എ തിൻ ഗ്ലാസ് പ്ലേറ്റ് എബവ് ദം ആൻഡ് സ്പ്രിങ്കിൾ അല്ലെ, ഒരു ഗ്ലാസ് പ്ലേറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന് എന്നിട്ട് എന്താ ചെയ്യണേ, നമ്മൾ അയൺ ഫില്ലിങ്സ് അതിലേക്ക് തെളിക്കുകയാണ്, സ്പ്രിങ്കിൾ ചെയ്യാണ്. അപ്പൊ ടാപ്പ് ജെന്റ്ലി ഓൺ ദ ഗ്ലാസ് പ്ലേറ്റ്. വാട്ട് യു ഒബ്സർവ്, ഡു ദ അയൺ ഫില്ലിംഗ് സ്റ്റിക്ക് ടു ദ ഹോളോ പാർട്ട് ഓഫ് ദ നട്ട്. അപ്പൊ നമ്മൾ എന്താ കാണാൻ കഴിയുക, ആ ഹോളോ പാർട്ടില്ലേ അതിൽ മാത്രം അയൺ ഫില്ലിങ്സ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഭാഗത്തേക്കും അത് സ്റ്റിക്ക് ആയിരിക്കും. ഓക്കെ. The ability of soft iron to permit magnetic lines of force pass through it is greater than that of air. This is magnetic line of force pass through easily through soft iron than through the air. That is, it is pass softly through the air. Permeability is the ability of the substance to pass magnetic lines. Permeability എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ലൈൻ പാസ് മോർ ഈസിലി ത്രൂ സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയണിൽ കൂടി വേഗം പാസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? Permeability is the ability of a substance to pass magnetic line of force through. അതായത് എളുപ്പത്തിൽ മാഗ്നറ്റിക് ലൈൻസ് കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുക. On the basis of findings you can suggest a method. മാഗ്നറ്റിക് നീഡിൽ ആർ യൂഷ്വലി എന്താണ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ് അല്ലെ. അലോയ്സ് ആർ യൂസ്ഡ് ടു മേക്ക് അലോയ്സ്, ചില മെറ്റൽസിന്റെ ഒക്കെ അലോയ്സ് മാഗ്നറ്റിക് നീഡിൽ ഉണ്ടാക്കാൻ വേണ്ടി, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രോമാഗ്നറ്റ് വൈൻഡ് എ ഫ്യൂ ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അപ്പൊ ഒരു ആണിയിലേക്ക് നമ്മൾ എന്താ ചെയ്യണം, കുറച്ച് കോപ്പർ വയർ ഇൻസുലേറ്റ് ചെയ്യണം അല്ലെ. അതിന്റെ എൻഡ് എന്തിലേക്ക് കണക്ട് ചെയ്യുന്ന, സെല്ലിലേക്ക്. പിൻസ് നിയർ ദ നെയിലിലേക്ക് പിൻസ് കൊണ്ടുവരികയാണ്. എന്നിട്ട് എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് സെൽസ് ആൻഡ് യൂസിംഗ് മോർ ദാൻ വൺ നെയിൽ ഹെൽഡ് ടുഗദർ. ഇലക്ട്രോമാഗ്നറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ്. ഇലക്ട്രോമാഗ്നറ്റ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുക കോപ്പർ വയറിൽ കൂടെ. The strength of electromagnet made in this way depend on എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ, നമ്പർ ഓഫ് ടേൺസ് അല്ലെ, കോയിൽ എത്രമാത്രം ടേൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കറന്റിന്റെ സ്ട്രെങ്ത്, പിന്നെ എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ ഇൻസൈഡ് ദ കോയിൽ. That's all we have learned in this chapter. If you are interested, please do share, like and subscribe my channel. Okay, thank you.